വരുമാനത്തിൻ്റെയും യാത്രക്കാരുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മലബാറിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് കാനങ്ങാട്. കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട്. 9-ാമത്തേത് പയ്യന്നൂർ. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് റൂട്ടിൽ 38 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 20ഓളം ട്രെയിനുകളിൽ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് പയ്യന്നൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തേത് വടകര. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 48 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 25ഓളം ട്രെയിനുകളിൽ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വടകര. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് വടകര പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ഏഴാമത്തേത് തിരൂർ. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 43 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 28ഓളം ട്രെയിനുകളിൽ കോഴിക്കോട്, ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ. മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. ആറാമത്തേത് തലശ്ശേരി. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ 20 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ദിവസവും 25ഓളം ട്രെയിനുകളിൽ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി. വടക്കേ വയനാട്, കുടക് ഭാഗത്തുള്ളവരും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത്. 5-ാമത്തേത് കാസർഗോഡ്. ചുരുക്കം ചില ദീർഘദൂര ട്രെയിനുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാസർഗോഡ്. ഇവിടെ നിന്നും മംഗലാപുരത്തേക്ക് 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. കാസർഗോഡ് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കാസർഗോഡ്. നാലാമത്തേത് ഷൊർണൂർ ജംഗ്ഷൻ. 4 റൂട്ട് ജംഗ്ഷനാണ് ഷൊർണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനും ഷൊർണൂരാണ്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത്. നിലമ്പൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ റൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഷൊർണൂർ. മലബാറിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഷൊർണൂരിൽ നിന്നാണ്.
മൂന്നാമത്തേത് പാലക്കാട് ജംഗ്ഷൻ. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. 5 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഇതിലേ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. പാലക്കാട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട്. കോയമ്പത്തൂരിലേക്ക് ഇവിടെ നിന്നും 53 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. രണ്ടാമത്തേത് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വടക്കേ വയനാട്, കുടക് ഭാഗത്തുള്ളവരും ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. തുരന്തോ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പില്ലാണ്ടുള്ളൂ. 3 പ്ലാറ്റ്ഫോമുകളും 1A പ്ലാറ്റ്ഫോമും ഇവിടെയുണ്ട്. യാത്രക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകാൻ സബ്വേയും ഇവിടെയുണ്ട്. കണ്ണൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കണ്ണൂർ. ദിവസവും 10ഓളം ട്രെയിനുകൾ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് കോഴിക്കോട്. 4 വീതി വിശാലമായ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഇതിലേ പോകുന്ന എല്ലാ യാത്രാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വയനാട്, മലപ്പുറം ജില്ലയിലുള്ളവരും ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.